ഫിസിക്സിൽ നമുക്ക് ലെൻസിലെ പ്രതിബിംബ രൂപീകരണത്തിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട് അല്ലേ. അത് ആ ഒരു പ്രതിബിംബ രൂപീകരണം നോക്കുന്നതിന് മുമ്പിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഇതില് കോൺകേവും കോൺവെക്സ് ലെൻസിനെ പറ്റിയൊക്കെ അറിയാമോ? ഇതാണ് നമ്മുടെ കോൺവെക്സ് ലെൻസ്. കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുണ്ടോ? ഈ ഗുഹ പോലെയുള്ള ഭാഗത്ത് ലൈറ്റ് വന്ന് വീഴും അല്ലെ. ഗുഹ കേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഇതാണ് കോൺകേവ് ലെൻസ്. ഇതെന്താണ്? നമ്മുടെ കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ കോൺവെക്സ് ലെൻസിലേക്ക് ലൈറ്റ്, നമ്മളെ ലൈറ്റിന്റെ ഒരു റേ, പ്രകാശത്തിലെ ഒരു രശ്മി ഇങ്ങനെ വരികയാണ്, സമാന്തരമായിട്ട് വരികയാണ്. സമാന്തരമായിട്ട് വന്നു കഴിഞ്ഞാൽ, സമാന്തരമായിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കണം, കണ്ടോ ഈ ഒരു ലെൻസിനെ നമ്മൾ സെന്ററിൽ കൂടെ ഒരു വര വരച്ചിട്ടുണ്ട് അല്ലെ. ഇതിപ്പോ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ലൈറ്റ് ആയിട്ട് വരക്കണം. വരച്ചിട്ടില്ലെങ്കിലും ലൈറ്റ് ആയിട്ട്, അത്രക്കും ലൈറ്റ് ആയിട്ടേ വരക്കാവുള്ളൂ. ലെൻസ് വരക്കുന്ന സമയത്ത് ലൈന് കാണണമെന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഡാർക്ക് ആയിട്ട് വരച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്തു? പാരലൽ ആയിട്ട് വരുന്ന ലൈൻ ഏതിൽ കൂടെ കടന്നു പോകും? എഫിൽ കൂടെ കടന്നു പോകും. നമ്മൾ മിററിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, അതേപോലെ തന്നെയാണ് ഇവിടെയും. എഫ് കൂടെ പോകും. എഫ് കൂടെ എങ്ങനെ പോകും? ഇതിൽ കൂടെ പോകും. എയറോ ഇടണം നമ്മൾ. ഓക്കെ ആണ്. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണ് ലൈറ്റ് പോകുന്നത്. കോൺകേവ് മിറർ എല്ലാം വരുന്ന സമയത്ത് തട്ടിയിട്ട് തിരിച്ചു വരികയാണ് ചെയ്യുക അല്ലെ ലൈറ്റ്. പക്ഷെ ഇത് ലെൻസ് ആണ്. ലെൻസിലൂടെ ലൈറ്റ് എന്ത് ചെയ്യും? ഉള്ളിൽ കൂടെ കടന്നു പോകും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് വരിക. ഓക്കെ. ഇനി നമുക്ക് എഫ് കൂടെ പാരലൽ ആയിട്ട് പോകുന്നത്, സമാന്തരമായിട്ട് പോകുന്നത് എഫ് കൂടെ പോകും. അപ്പൊ എഫ് കൂടെ പോകുന്നത് എന്ത് പോകും? സമാന്തരമായിട്ട് പോകും. അത് നോക്കാം നമുക്ക്. എഫ് കൂടെ പോകാം. എഫ് കൂടെ ഇങ്ങനെ മാത്രമാണോ വരക്കാൻ പറ്റുക? ഞാൻ ഇങ്ങനെയാണ് വരക്കുന്നത്. ലൈറ്റ് എഫ് കൂടെ പോകുന്നു. ഇനി ഇങ്ങനെയും വരക്കാം. എങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ എഫ് കൂടെ പോകുന്നത് എന്ത് ചെയ്യും? പാരലൽ ആയിട്ട് പോകും. ഇതിന് പാരലൽ ആയിട്ട് പോകും. ഓക്കെ. ഇനി എന്ന് പറഞ്ഞാൽ നമുക്ക് പി കൂടെ പോവാം. എഫ് കൂടെ പോകുന്നത് പാരലൽ ആയിട്ട് പോകും. പാരലൽ ആയിട്ട് പോകുന്നത് എഫ് കൂടെ പോകും. ഇനി എന്ത് ചെയ്യാം? പി കൂടെ വരക്കാം. പി കൂടെ ഒരു കുഴപ്പമില്ല. പി കൂടെ പോയി കഴിഞ്ഞാൽ ഒറ്റ പോക്ക് അങ്ങ് പോകും. ഒരു പോക്കാണ്. അതിനിവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താണ് അതിന്റെ പാത്തിന് ഒരു ഡീവിയേഷൻ ഒന്നും സംഭവിക്കുന്നില്ല അല്ലെ. അതിന്റെ പാതയ്ക്ക് വ്യതിയാനമൊന്നും സംഭവിക്കുന്നില്ല. പി കൂടെ അങ്ങ് പോകും. ഇനി നമുക്ക് ഒരു കോൺകേവ് ലെൻസിനെ വരച്ചിട്ടുണ്ട്. കോൺകേവ് ലെൻസിനെ വരച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് പാരലൽ ആയിട്ടൊരു ലൈന് പോവുകയാണെങ്കിൽ, എഫ് കൂടെ പോകുന്നല്ലേ പറഞ്ഞത്? ആണ്. പക്ഷെ ഇതാരാണ്? കോൺകേവ് ലെൻസ് അല്ലേ. കോൺകേവ് ലെൻസ് ആവുന്ന സമയത്ത് ഇങ്ങനെയാണ്. എഫ് എന്ന് പുറത്തു പോകുന്നതായിട്ട് നമുക്ക് തോന്നും. എഫ് എന്ന് പുറത്തു പോകുന്നതായിട്ട് നമുക്ക് തോന്നും. ഈ എഫ് കൂടെ ഓക്കെയാണ് കണ്ടോ, ഈ എഫ് എന്ന് പുറത്തോട്ടേക്ക് ലൈറ്റ് പോകുന്ന പോലെയാണ് നമുക്ക് തോന്നാം. ഇങ്ങനെയാണ് ഇത് വരയ്ക്കാം. ഇത് ഓക്കെയാണല്ലോ. ഇനി നമുക്ക് നോക്കേണ്ടത് ഓരോ പ്രതിബിംബ രൂപീകരണം നമ്മൾ മിററിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. കോൺകേവിന്റെ 6 എണ്ണവും കോൺവെക്സിന്റെ ഒരെണ്ണമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഇവിടെ നേരത്തെ വെച്ചിട്ട് കോൺവെക്സിന്റെ ഒരു 6 എണ്ണവും അതുപോലെ കോൺകേവിന്റെ ഒരെണ്ണവും വരയ്ക്കാനുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ലെൻസിൽ പ്രതിബിംബ രൂപീകരണം, ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത് നോക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ വരക്കുന്ന പോലെ നമ്മളെ പ്രിൻസിപ്പൽ ആക്സിസ് നീട്ടി വരക്കണം. നമ്മൾ ആക്സിസ് വരച്ചു. കോൺവെക്സ് ആണ്. നമ്മൾ ആദ്യം കോൺവെക്സിൽ 6 എണ്ണമാണ് നോക്കാൻ പോകുന്നത്. വരച്ചു. അതിന് ശേഷം നമ്മൾ സെന്ററിൽ ഏകദേശം ഒരു സെന്ററിൽ മാർക്ക് ചെയ്തു. ഇതാണ് നമ്മൾ, ഇവിടെയാണ് നമ്മൾ ലെൻസ് വരയ്ക്കാൻ പോകുന്നത്. ഇവിടുന്ന് നമുക്ക് 2-3 സെന്റിമീറ്റർ എഫിലേക്കുള്ള ദൂരം എടുക്കാം. നമ്മൾ കോൺകേവ് മിറർ വരച്ചപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളെ കോമ്പസിലൊക്കെ വരച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ അങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് വരയ്ക്കാം. അത് പറഞ്ഞുതരാം, നോക്കോളെ. ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്തു? 2 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുന്നതിന് വരെ 3 ഇവിടുന്ന് പിന്നെയും ഒരു 3 സെന്റിമീറ്റർ ഇങ്ങോട്ടേക്കാണ്. അപ്പൊ എന്ത് വരും? ഇത് 3 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ ആണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ 2 എടുക്കുന്നുണ്ടെങ്കിൽ ഇത് 2 സെന്റിമീറ്റർ എടുക്കാം. ഇനി എന്ത് ചെയ്യാം? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരക്കാം. 3 സെന്റിമീറ്റർ. ഇവിടെ ഒരു 3 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ. ഇത് നമ്മളെ ലെൻസ് വരയ്ക്കേണ്ടതാണ്. ലെൻസിന് ഞാൻ ജസ്റ്റ് ഒരു ലൈന് മാത്രമാണ് ഇപ്പൊ വരയ്ക്കുന്നത്. ജസ്റ്റ് ഒരു ലൈന് മാത്രം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പി ആണ്. ഈ പോയിന്റ് ആണ് നമ്മുടെ പി. ഇവിടെ ഞാൻ 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തിയില്ലേ? ഇത് എഫ്, ഇത് 2f, എഫിന്റെ ഡബിൾ. നമ്മൾ കോൺകേവ് മിറർ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ വരച്ചത്? എങ്ങനെ വരച്ചിട്ടുണ്ട്? ഇവിടെ പി, ഇവിടെ എഫ്, ഇവിടെ സി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ.
സിന്റെ പകുതിയാണ് എഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇവിടെ സെന്റർ ഓഫ് കർവേച്ചറും അങ്ങനെ എഫുമായിട്ട് അങ്ങനെ റിലേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ ഫിഗർ വരയ്ക്കുന്ന സമയത്ത് എഫും 2f ആണ് എടുക്കുന്നത്. ഇനി എന്താണ് ഇത് എഫ്, ഈ സൈഡിലും 2f. ലെൻസിന്റെ പ്രത്യേകത അതാണ്, ലെൻസിന് രണ്ട് സൈഡിലും ഉണ്ട്. എന്തുകൊണ്ടാണ് രണ്ട് സൈഡിലും വരുന്നത് നോക്കിയേ, ഇവിടെ ഒരു സർക്കിൾ എടുത്തു, ഇവിടെ ഒരു സർക്കിൾ എടുത്തു, ഇങ്ങനെയുള്ള രണ്ട് സ്ഫിയർ ഉണ്ട്. ഇന്ന് രണ്ടെണ്ണത്തിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കോൺവെക്സ് മിറർ ഉണ്ടാക്കിയത്. അപ്പൊ ഇവിടെയും നമുക്ക് എന്തുണ്ടാവും, ഫോക്കസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് രണ്ട് സൈഡിൽ എടുക്കണം. ഇത് ഓക്കെ ആണല്ലോ. ഇനി ഇതെങ്ങനെ നമുക്ക് ഇമേജ് ഫോർമേഷൻ വരയ്ക്കാൻ നോക്കാം. ഇമേജ് ഫോർമേഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ ഒബ്ജക്റ്റ് എവിടെയാണുള്ളത്, ഇൻഫിനിറ്റി, അങ്ങ് ദൂരെയുള്ളത്. ഇത് നമ്മളെ മിററിൽ ദർപ്പണത്തിൽ വരച്ച പോലെ തന്നെയാണ് വരയ്ക്കുക. സമാന്തരമായിട്ട് നമ്മളൊരു ലൈന് കടത്തിവിടാം. സമാന്തരമായിട്ടൊരു ലൈന് കടത്തിവിടാം. കടത്തിവിട്ട ലൈൻ ഏതിൽ കൂടെ കടന്നു പോകും, സമാന്തരമായിട്ട് പോകുന്ന ലൈൻ ഏതിൽ കൂടെ കടന്നു പോകും, എഫ് കൂടെ കടന്നു പോകും അല്ലെ. സമാന്തരമായിട്ടുള്ളത് എഫ് കൂടെ കടന്നു പോവും. ഓക്കെ ആണല്ലോ. ഇനി അതുപോലെ താഴേന്ന് നമ്മൾ എന്ത് ചെയ്യാം, സമാന്തരമായിട്ടൊരു ലൈന് കടത്തിവിടാം. അങ്ങ് ദൂരേന്ന് വരുന്നതാ, അപ്പൊ പാരലൽ ആയിട്ട് തന്നെയാ വരുള്ളൂ. ഇവിടെ വരെ വരക്കണം, ഈ ഒരു വര വരെ വരക്കണേ. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യാം, എഫിലെ കൂടെ കടന്നു പോവാം. ഓക്കെ ആണല്ലോ. ഇങ്ങനെ വരക്കാം, ഏറോയും കൂടി വരച്ചു. അപ്പൊ ഇവിടെ കിട്ടി നമുക്ക് ഇമേജ്, ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇമേജിന്റെ പ്രത്യേകത, ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം, ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം, പ്രതിബിംബത്തിന്റെ സ്ഥാനം, പൊസിഷൻ, എവിടെയാണ് പൊസിഷൻ, സ്ഥാനം, സ്ഥാനം അല്ലെങ്കിൽ പൊസിഷൻ, എവിടെയാണ് സ്ഥാനം വരുന്നത്, എഫിൽ അല്ലെ, എഫിൽ. ഇവിടെയോ അറ്റ് എഫ്. ഇനി ഇതിന്റെ സൈസ്, വലിപ്പം, സൈസ് എങ്ങനെയാ സൈസ് വരുന്നത്, വളരെ ചെറുത്, സ്മോൾ ആണല്ലേ, വളരെ ചെറുതാണ്, വളരെ ചെറുത്. ഡിമിനിഷ്ഡ് എന്ന് പറയും, വളരെ ചെറുതിന് എന്ത് പറയാം, ഡിമിനിഷ്ഡ്. ഇത് നമ്മൾ ഓൾറെഡി മിററിൽ നിങ്ങൾ ചെയ്തതാണ് അല്ലെ. അതേപോലെ തന്നെ ഇതിന്റെ ഫീച്ചർ, പ്രത്യേകത അല്ലെങ്കിൽ സവിശേഷത എന്താണ്, ഫീച്ചർ എന്താ, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് അല്ലെ. യഥാർത്ഥം തല കീഴായത് അല്ലെ, യഥാർത്ഥം തല കീഴായത്. ഓക്കെയാണല്ലോ. ഇതിപ്പോ നമുക്ക് കോൺവെക്സ് ലെൻസ് ആണോ കോൺകേവ് ലെൻസ് ആണോ വരച്ചതെന്ന് മനസ്സിലാവുന്നില്ല അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് പ്രത്യേകതകളൊക്കെ. അപ്പം എങ്ങനെ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ലെൻസ് വരക്കണം അല്ലെ. ലെൻസ് നിങ്ങൾക്ക് കൈകൊണ്ട് വരക്കാം, അല്ലെങ്കിൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് വരക്കാം. ഞാൻ ഇത് വെച്ചിട്ട് വരച്ചു നോക്കാം. അപ്പൊ ഇങ്ങനെ നോക്കാം, നിങ്ങളെ ഇങ്ങനെ മതിയാവും നിങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ ഇത് തന്നെ ഫോളോ ചെയ്യാം. ഞാൻ 2f വെച്ചിട്ട് എൻ്റെ ലെൻസ് ഇവിടെ വെച്ചിട്ട് മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ലെൻസ് വളരെ ചെറുതായി പോകും തോന്നുന്നുണ്ട്. നമുക്ക് കുറച്ച് അങ്ങേപ്പുറം 2f കുറച്ച് അങ്ങേപ്പുറം വെച്ചിട്ട് വരച്ചാലും മതി. നമുക്ക് ലെൻസ് കിട്ടി, ഇങ്ങനെ വരക്കാം. പിന്നെ ഈ നടുവിലത്തത് ലൈറ്റ് ആയിട്ട് വരക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇത് വേണം തന്നെ ഇല്ല, പക്ഷെ ഇത് കറക്റ്റ് വരച്ചു കഴിഞ്ഞാലാണ് കറക്റ്റ് ആവുക. നമ്മൾ ആ ഒരു സെന്ററിലൂടെ തട്ടിയിട്ടാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ നിന്ന് ഇവിടെയും ഒരു റിഫ്രാക്ഷൻ നടക്കും, ഇവിടെയും അപവർത്തനം നടക്കും. അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, നമ്മളിങ്ങനെ ആണ് വരയ്ക്കാറുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം. വസ്തു എവിടെ 2f വെച്ചു, നമ്മൾ അങ്ങ് വെച്ചു. ഇനി ബിയോണ്ട് 2f വെക്കാം. 2f വെക്കുന്നതിന് മുമ്പ് എന്ത് വെക്കണം, നമുക്ക് ബിയോണ്ട് 2f, 2f അപ്പുറം, 2f അപ്പുറം വെക്കാം. 2f അപ്പുറം വെക്കുന്ന സമയത്ത് നമ്മൾ വസ്തു എവിടെ വെക്കണം, 2f കുറച്ച് ഇങ്ങേപ്പുറം, 2f കുറച്ച് ഇങ്ങേപ്പുറം വെക്കണം. 2f കുറച്ച് ഇങ്ങേപ്പുറം വെച്ച് കഴിഞ്ഞാൽ 2f അപ്പുറം എവിടെയൊക്കെ വരക്കാം, ഇവിടെ വേണമെങ്കിലും വെക്കാം. 2f ഇങ്ങേപ്പുറം ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, ഇത് നമ്മൾ നേരത്തെ മിററിൽ ആദ്യം ചെയ്ത പോലെ തന്നെയാണ്. മിററിന്റെ ഓൾറെഡി നമ്മൾ എന്താണ് രണ്ടെണ്ണം കോൺകേവിന്റെയും കോൺവെക്സിന്റെയും വേറെ വേറെ പാർട്ട് 1ഉം പാർട്ട് 2ഉം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട് അല്ലെ, ഒബ്ജക്റ്റ് OB വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇതിന്റെ തലയിന്റെ മുകളിൽ എന്ത് ചെയ്യണം, നമ്മൾ സമാന്തരമായിട്ടൊരു വര കടത്തി വിടണം. സമാന്തരമായിട്ടൊരു വര കടത്തി വിടണം. സമാന്തരമായിട്ട് പോകുന്ന വര ഏതിലൂടെ കടന്നു പോകുന്നത്, സമാന്തരമല്ല തോന്നുന്നല്ലേ, സമാന്തരമായിട്ട് വരക്കണം.
സമാന്തരമായിട്ടൊരു വര കടന്നുപോയി. ഇത് ഏതിലൂടെ കടന്നുപോകും? എഫ് കൂടെ കടന്നു അല്ലെ? എഫ് കൂടെ കടത്തിവിടാം നമുക്ക്. ശ്രദ്ധിക്കണേ, ഇവിടെയും ഇവിടെയൊന്നും ആയിപ്പോയിട്ട് കറക്റ്റ് ആ പോയിന്റ് തന്നെ കൂടെ കടന്നു പോണേ. അപ്പം ഇങ്ങനെ കടന്നുപോയി. ഇനി എന്ത് ചെയ്യണം? ഇനി എങ്ങനെ കടത്തിവിടണം? പാരലൽ ആയിട്ട് പോകുന്നത് എഫ് കൂടെ കടത്തിവിട്ട്. ഇനി നമുക്ക് പി കൂടെ കടത്തിവിടാം. നമ്മുടെ പി ഇതാണ്. കണ്ടോ, എവിടെ കൂട്ടിമുട്ടി? പി കൂടെ കടത്തിവിടുണ്ട്. പി കൂടെ കടത്തിവിടുമ്പോൾ ഒറ്റ പിയിലൂടെ എങ്ങോട്ട് പോവുകയാണ് ചെയ്യുക അല്ലെ? അപ്പൊ അതെ, പി ഇവിടെ വെച്ച് കൂട്ടിമുട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഇമേജ് എവിടെ കിട്ടി? നമുക്ക് ഇമേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെയാണല്ലോ. അപ്പൊ ഇമേജിന്റെ അല്ലെങ്കിൽ പ്രതിബിംബം, ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം, ഇതിന്റെ പ്രത്യേകതകളൊക്കെ അറിയാം അല്ലെ? എവിടെയാണ് സ്ഥാനം? പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനം എവിടെ കിട്ടുന്നുണ്ട്? എഫിന്റെയും 2എഫിന്റെയും ഇടയിൽ കിട്ടുന്നുണ്ട് അല്ലെ? ബിറ്റ്വീൻ എഫ് ആൻഡ് 2എഫ്, എഫിനും 2എഫിനും ഇടയിൽ, എഫിനും 2എഫിനും ഇടയിൽ കിട്ടുന്നുണ്ട് അല്ലെ? അതേപോലെ തന്നെ എന്താണ് അതിന്റെ വലിപ്പം? വലിപ്പം നോക്കിയേ, ഇത് ഇത്ര വലിപ്പമുണ്ട്, നമുക്കിത് ഇത്രേ കിട്ടിയുള്ളൂ, ചെറുതാണ് അല്ലെ? അപ്പൊ എന്താണ് സൈസ്? എന്താണ്? സ്മോൾ ആണ്. വലിപ്പം എന്താണ്? ചെറുതാണ് അല്ലെ? ചെറിയൊരു ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ? പിന്നെന്താണ് പ്രത്യേകത, സവിശേഷത, ഫീച്ചർ? എന്താണ് ഫീച്ചർ വരുന്നത്? കണ്ടാൽ തന്നെ മനസ്സിലാണ്ട് നമുക്ക് ഇൻവേർട്ടഡ് അല്ലെ? റിയൽ ആണ്. ഓർമ്മിക്കണം, ഇങ്ങേ സൈഡിൽ കിട്ടുന്നതെല്ലാം റിയൽ ആണ് നമുക്ക് വരുന്നത്. മിററിൽ നമുക്ക് ഈ സൈഡിൽ കിട്ടുന്നതാണ് അല്ലെ ഒരു സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇതാണ് ഇൻവേർട്ടഡ് ആണ്, അപ്പൊ റിയൽ ആയിരിക്കും അല്ലെ? അപ്പൊ റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, ഇത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. യഥാർത്ഥം തല കീഴായത്, തല കീഴായത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ ഒരു ലെൻസിനെയും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ലെൻസിനെ കംപ്ലീറ്റ് ചെയ്യാം. ലെൻസുകൾ ഓൾറെഡി വരക്കാൻ അറിയണേ. ഇത് കോൺവെക്സ് തന്നെയാണ് എല്ലാ ലെൻസും വരക്കുന്നത്. ഇപ്പൊ നമ്മൾ 6 എണ്ണം. അപ്പൊ കോൺവെക്സ് ലെൻസ് വേണമെങ്കിൽ കുറച്ച് വലിപ്പം വരക്കാം, അന്നേരം കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. നമുക്ക് ലെൻസ് ആയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അപ്പൊ അടുത്തത് നോക്കാം. അടുത്തത് എന്താണ്? വസ്തു 2Fല്, അറ്റ് 2Fല് വെക്കാം. ഇത് ഏകദേശം ഇനി എല്ലാം ഒരേപോലെയാണ് വരിക. അപ്പൊ വസ്തു എവിടെ വെക്കണം? 2Fല് വെക്കണം. 2Fല് നമ്മൾ എന്ത് ചെയ്ത് വസ്തു വെച്ച്. ഓക്കെ ആണല്ലോ. ഏറോ വരക്കുമ്പോൾ ശ്രദ്ധിക്കണേ, എന്താണ് ഇങ്ങനെയും ഇങ്ങനെയും ഒന്നും വരയ്ക്കരുത്. കറക്റ്റ് അങ്ങനെ തന്നെ വരക്കണം. എന്ത് ചെയ്യണം? അതിനുശേഷം എന്ത് ചെയ്യണം? സമാന്തരമായിട്ട് നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ സമാന്തരമായിട്ടൊരു ലൈൻ എടുത്തിടുക, അത് എഫ് കൂടെ കട്ടിടും. പിന്നെ എന്താണ്? പിയിൽ കൂടെ ഡയറക്റ്റ് പി കൂടെ തന്നെ. അപ്പൊ അങ്ങനെ വരക്കാലോ. അപ്പൊ അങ്ങനെ വരച്ചു നോക്കാം. അപ്പൊ അങ്ങനെ അത് മാത്രം ആലോചിച്ചാൽ മതി, ബാക്കി ഓട്ടോമാറ്റിക്കലി അതങ്ങ് വന്നോളൂ പ്രതിബിംബമൊക്കെ. അപ്പൊ സമാന്തരമായിട്ട് വരച്ചു, അതെന്ത് ചെയ്തു? എഫിൽ കൂടെ കടന്നുപോയി. ശരി, ചില സമയത്ത് നിങ്ങൾക്ക് കിട്ടാതായി പോകുന്ന ഒരു അവസ്ഥയൊന്നും വരില്ല, കിട്ടും. എവിടെയാ പ്രശ്നം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അളവെടുക്കുന്നത് തെറ്റിപ്പോകാൻ പാടില്ല. കറക്റ്റ് പി സെന്ററിൽ വന്നിട്ട് 3 സെന്റിമീറ്റർ തന്നെ ചെയ്യണം കേട്ടോ. പറ്റുമെങ്കിൽ നിങ്ങൾ 15 സെന്റിമീറ്റർ സ്കെയിൽ ആണെങ്കിൽ ആ 15 സെന്റിമീറ്റർ ഡയറക്റ്റ് വരക്കാം. ഡയറക്റ്റ് നടുവിലുള്ള 7.5 ആയിരിക്കും അല്ലെ, അവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് അവിടുന്ന് 3 സെന്റിമീറ്റർ ഇങ്ങോട്ടും 3 സെന്റിമീറ്റർ ഇങ്ങോട്ടും 3 സെന്റിമീറ്റർ ഇങ്ങോട്ടും 3 സെന്റിമീറ്റർ ഇങ്ങോട്ടും കറക്റ്റ് അറിയപ്പെടുത്താം. ഒന്നും മാറിപ്പോവാതെ കറക്റ്റ് വരച്ചാൽ മതി, പിന്നെ കിട്ടിക്കോളും ഇമേജ്. സമാന്തരമായിട്ട് കടത്തിവിടുന്ന എഫ് കൂടെ പോയി. ഇനി എന്ത് ചെയ്യണം? പി കൂടെ അല്ലെ. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഹെഡ് തന്നെ ആയിരിക്കണം അല്ലെ? ഇതിന്റെ ഹെഡ് തന്നെയാണ്, കുറച്ച് താണ് പോകാനൊന്നും പാടില്ല. പിന്നെ പി ടച്ച് ചെയ്തിട്ട് തന്നെ പോവണം. പി ടച്ച് ചെയ്യുന്നില്ല, എൻ്റെ അത് ടച്ച് ചെയ്യുന്നില്ല, നോക്കോളെ. ഇവിടെ കറക്റ്റ് പി ടച്ച് ചെയ്യുന്ന വിധത്തിൽ തന്നെ നമുക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇവിടെ കറക്റ്റ് ടച്ച് ചെയ്തില്ലേ നോക്കാം. പി കൂടെ പോയി.
എവിടെ കൂട്ടിമുട്ടി നമുക്ക് 2f ല് ഇവിടെ കൂട്ടിമുട്ടിയിട്ടുണ്ട് അല്ലെ 2f ൽ ഇവിടെ കൂട്ടിമുട്ടിയിട്ടുണ്ട്. നമുക്ക് 2f തന്നെ ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇമേജ് എന്താണ് 2f തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇമേജിന്റെ പൊസിഷൻ പ്രതിബിംബത്തിന്റെ സ്ഥാനം എന്നാ at 2f ൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണ്? യഥാർത്ഥം തലകീഴായ അല്ലെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. പിന്നെ വലിപ്പം എന്താണ്? സെയിം ആണല്ലേ ഇതേ വലിപ്പത്തിലുള്ള ഒരാളെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ സെയിം ആണ് വലിപ്പം വരുന്നത്. ഇതൊക്കെയാണല്ലോ. അടുത്ത നോക്കാം. അടുത്ത വസ്തു എന്താണ്? 2f നും f നും ഇടയിൽ അല്ല ബിറ്റ്വീൻ 2f and f ഞാൻ ഒരു ഒബ്ജക്റ്റ് വരച്ചിട്ടുണ്ട്. കുറച്ച് ചെറുതാ വരച്ചത്. വലുത് വരച്ച് നമുക്ക് അവിടെ അങ്ങാണ് ഇമേജ് കിട്ടാം. അപ്പം കുറച്ച് ചെറുത് വരച്ചിട്ടുണ്ട്. അപ്പൊ നോക്കോ ഇവിടെ എന്ത് കിട്ടി? സമാന്തരമായിട്ട് ഒരു വര കടത്തി വിട്ടിട്ടുണ്ട്. ഇനി 2f നും f നും ഇടയിൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് സെന്ററിൽ തന്നെ വേണമെന്നില്ല. ഏകദേശം സെന്റർ എടുത്താണ് കാണാൻ ഭംഗിക്ക് വേണ്ടി. ഇതിനിപ്പോ അങ്ങേപ്പുറം ഇങ്ങേപ്പുറം ഒന്നും ആയിപ്പോയി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആയിപ്പോയി കുഴപ്പമൊന്നുമില്ല. f നും 2f നും ഇടയിൽ ആവണമെന്നേ ഉള്ളൂ. പാരലൽ ആയിട്ട് പോകുന്ന എന്ത് ചെയ്യും? f കൂടെ കടത്തി വിടും. ഇനി എന്ത് ചെയ്യും? p കൂടെ കടത്തി വിടും അല്ലെ. എല്ലാം ഇങ്ങനെ തന്നെയാണ് വരുന്നത്. f കൂടെയും p കൂടെയും കടത്തി വിടണം. പാരലൽ ആയിട്ടും കടത്തി വിടണം p കൂടെയും കടത്തി വിടണം. പാരലൽ ആയിട്ട് പോകുന്ന f കൂടെ കടന്നു പോകും. f കൂടെ കടന്നു പോകുന്നത് പാരലൽ ആയിട്ട് f കൂടെ കടന്നു പോകുന്നത് നമുക്ക് വരക്കാനില്ല അല്ലെ. അവിടെ തന്നെയാ കൂട്ടിമുട്ടുന്നത് നോക്കാളെ. എവിടെയാണ്? അങ്ങ് 2f ന്റെ അപ്പുറമായിട്ട് കൂട്ടിമുട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇമേജ് ഇവിടെ വരക്കണം. അതിന്റെ കറക്റ്റ് ഇവിടെയല്ല കൂട്ടിമുട്ടുന്നത്. കുറച്ച് അങ്ങോട്ട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂട്ടിമുട്ടും. അപ്പൊ നിങ്ങൾ നീട്ടി വരക്കണം. അപ്പൊ നോക്കാം എവിടെ കിട്ടുന്നുണ്ട്? ഇമേജ് എവിടെയാണ്? 2f ന് അപ്പുറം അല്ലെ. ബിയോണ്ട് 2f ആണ് കിട്ടുന്നത്. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാണ്ട് വലുതാണ് അല്ലെ. ലാർജ് ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കാം. കോൺവെക്സ് ലെൻസ് വരക്കാൻ മറന്നു പോകരുത്. ഞാൻ ഒരു ഫിഗർ ഇമേജ് ഫോർമേഷനെ വരക്കുന്നുള്ളൂ. ലെൻസിന്റെ കംപ്ലീറ്റ് ആക്കാൻ നിങ്ങൾക്ക് അറിയാലോ. കോൺവെക്സ് ലെൻസ് വരക്കണം. ഓക്കെ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് f ൽ വെക്കണം. ഒബ്ജക്റ്റ് f ൽ വെക്കാം. f ൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? പാരലൽ ആയിട്ട് കടത്തിവിടുക. f കൂടെ കടത്തിവിടുക. സെയിം തന്നെയാണ് ഇത് വരുന്നത്. ലെൻസ് നല്ല എളുപ്പമാണ്. ഈ മിറർ പോലെയല്ല. കിട്ടാത്തതിന്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇമേജ് ഒക്കെ കിട്ടും. പാരലൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ f കൂടെ കടന്നു. പിന്നെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ലെൻസ് വരച്ച് ലെൻസിന്റെ ഉള്ളിൽ നിങ്ങൾ എയർ ഇടരുത്. അതൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ p കൂടെ കടത്തിവിടണം. p കൂടെ കൂട്ടിമുട്ടുവോ? ഇല്ല അല്ലെ. ഇത് എവിടെയും കൂട്ടിമുട്ടാത്ത ലൈനാണ്. പാരലൽ ലൈൻസ് ആണ്. പാരലൽ ലൈൻസ് ആണ്. അതെന്ത് ചെയ്യും? ഒരിക്കലും കൂട്ടിമുട്ടാത്ത ലൈൻസ് ആണോ? അല്ല. എവിടെ കൂട്ടിമുട്ടും? അങ്ങ് ഇൻഫിനിറ്റിയിൽ വിദൂരതയിൽ കൂട്ടിമുട്ടുന്ന ലൈൻസ് ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഇമേജിന്റെ പൊസിഷൻ എവിടെയാണ്? അറ്റ് ഇൻഫിനിറ്റി വിദൂരതയിൽ. പിന്നെ ഇതിന്റെ വലിപ്പം എന്താണ്? ഇവിടെ തന്നെ കൂട്ടിമുട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്ര വലിപ്പം ഉണ്ടാവും. വലുതായിരിക്കും അല്ലെ. അങ്ങ് ഇൻഫിനിറ്റിയുടെ കൂട്ടിമുട്ടുന്നത് എന്താണെന്ന് എൻലാർജ്ഡ് ആണ്. വളരെ വലുതാണ്. പിന്നെ എന്താണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ് ഇമേജ് വരുന്നത്. ഇനി നമ്മൾ കോൺവെക്സ് ലെൻസ് നിങ്ങൾ കോമ്പസ് വെച്ചിട്ട് വരക്കാം. പിന്നെ നല്ല ഭംഗിയായിട്ട് വരക്കാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ വരക്കാം. അല്ലെങ്കിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് വരക്കുന്നത്. പ്രൊട്രാക്ടറിന്റെ ഈ സൈഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നല്ല ഭംഗിയിൽ വരക്കാൻ പറ്റും. ഓക്കെ. ഇനി നമുക്ക് വരക്കാനുള്ളത് കോൺവെക്സ് ലെൻസിലെ അവസാനത്തെ ഫിഗർ. ഏതാ അവസാനത്തെ വരുന്നത്? f നും p ക്കും ഇടയിൽ വെക്കണം. ഓക്കെ ആണല്ലോ. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ f ആൻഡ് p. f നും p ക്കും ഇടയിൽ വേണം. ഓക്കെ ആണല്ലോ. ചിത്രം ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. എങ്ങനെയാ വരക്കേണ്ടത്? ഡയറക്റ്റ് ഒരു സ്കെയിലിൽ വരക്കാം.
സെൻട്രല് പി അടയാളപ്പെടുത്തുക. എഫ് ടു എഫ് എഫ് ടു എഫ്. എവിടെയാണ് നമ്മൾ വെക്കേണ്ടത്? എഫിനും പിക്കും ഇടയിൽ വെക്കണം അല്ലെ? നമ്മൾ ഒബ്ജക്റ്റ് എഫിനും പിക്കും ഇടയിൽ വെച്ചു. പാരലായിട്ട് ഒരു ലൈൻ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇതിൽ കൂടെ കടന്നു പോവും. എഫ് കൂടെ കടന്നു പോകും. ഇനി ഏതിൽ കൂടെ കടത്തി വിടണം? പി കൂടെ കടത്തി വിടണം. കൂട്ടിമുട്ടുവാ? കൂട്ടിമുട്ടും. ഇവിടെ ഇങ്ങനെ വലുതായിട്ട് വരുന്നോണ്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ഇത് കൂട്ടിമുട്ടും അല്ലെ? അപ്പൊ നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം മേലോട്ടേക്ക്. മേലോട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡോട്ടഡ് ആയിട്ട് വരക്കണം. ഇങ്ങോട്ടല്ല ലൈറ്റ് പോകുന്നത് നമുക്ക് തോന്നാണ് ഇവിടുന്ന് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഡോട്ടഡ് ആയിട്ട് വരക്കും. എവിടെ കൂട്ടിമുട്ടി? ഇവിടെ കൂട്ടിമുട്ടി അല്ലെ? നമുക്ക് എന്ത് കിട്ടും? ഇമേജ് ഇവിടെ കിട്ടും. ഇമേജ് ഇവിടെ കിട്ടും. അപ്പൊ ഇമേജിന്റെ പ്രത്യേകത എന്താണ്? ബിഹൈൻഡ് ദ മിറർ ആണ് കിട്ടുന്നത്. നമ്മൾ കോൺവെക്സ് ലെൻസ് വരച്ചിട്ടുണ്ട്. ബിഹൈൻഡ് ദ മിറർ അല്ലെ? കണ്ണാടിക്ക് പിറകിലാണ്, നമ്മള് ദർപ്പണത്തിന് പിറകിലാണ്, അല്ലെങ്കിൽ വസ്തുവിന്റെ അതേ വശത്ത്, അറ്റ് ദ സെയിം സൈഡ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയാം. പിന്നെ ഇതിന്റെ പൊസിഷൻ ഓക്കെ. ഇനി എന്താണ്? ഇതിന്റെ വലിപ്പം വലുതാണല്ലേ? ലാർജ് ആണ്. പ്രത്യേകത അറിയണം. ഇവിടെയാണ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് അല്ലെ? ഇവിടെ എന്താണ്? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. നിവർന്നതും മിഥ്യയുമായിട്ടുള്ള പ്രതിബിംബം കിട്ടുന്നത് അല്ലെ? ഡോട്ടഡ് ഒക്കെ വരച്ചത് നമുക്ക് ഒറിജിനൽ അല്ല, നമ്മൾ ഡോട്ട് ചെയ്ത് വരച്ചാണല്ലേ? അപ്പൊ മിഥ്യ, അതായത് മിഥ്യയും നിവർന്നതുമായിട്ടുള്ള പ്രതിബിംബം കിട്ടുന്നത്. ഇതൊക്കെ ആണല്ലോ. അടുത്ത നോക്കാം. അടുത്ത നമ്മൾ കോൺകേവ് ആണ് വരയ്ക്കുന്നത്. കോൺകേവ് അപ്പൊ നമുക്ക് ലെൻസ് വരയ്ക്കാൻ അറിയണ്ടേ? അപ്പൊ ലെൻസ് നമുക്ക് ആദ്യം ഒന്ന് വരച്ചു നോക്കാം. നമ്മൾ ബാക്കി പിയും എഫും ഒക്കെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് സാധാരണ പോലെ തന്നെയാണ്. 2Fന്റെ ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്തു? ലെൻസിന് വേണ്ടിയിട്ട് കുറച്ച് വിട്ടിട്ടാണ് വരയ്ക്കേണ്ടത്. ലെൻസ് ഇങ്ങേ സൈഡിലല്ലേ വരുന്നത്. അപ്പം രണ്ട് സൈഡിൽ വരച്ചു. ഇതാണ് നമ്മളെ ലെൻസിന്റെ രണ്ട് ഭാഗങ്ങൾ. ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. 2Fും സെന്ററും കറക്റ്റ് ആവണമെന്നൊന്നും ഇല്ലേ? 2F തന്നെ ആവണം, നമ്മൾ സെന്ററിൽ നിന്നൊന്നും ഇല്ല. കുറച്ച് ഇങ്ങേപ്പുറത്തൊക്കെ നിങ്ങൾക്ക് വരക്കാം. ഓക്കെ. അപ്പോൾ ഇത് പി ആണ്, ഇത് എഫ് ആണ്, ഇത് 2F ആണ്. അതേപോലെ ഇവിടെ സെയിം. ഇത് അതേപോലെ തന്നെ ലെൻസിന്റെ ഒരു ഷേപ്പിൽ മാറ്റേണ്ടത് മാത്രമേ ഉള്ളൂ അല്ലെ? ഇനി കോൺവെക്സ് ലെൻസിൽ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇമേജ് എവിടെ വേണമെങ്കിലും വെക്കാം. എവിടെ വേണമെങ്കിലും നിങ്ങൾ വെച്ചോ, ഒരു കുഴപ്പമില്ല. എവിടെ വേണമെങ്കിലും വെക്കാം. എവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും എന്ത് ചെയ്ത് എവിടെ വെച്ച് കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? പാരലായിട്ട് ഒരു ലൈന് കടത്തി വിടാം. ഇത്ര വലിപ്പം വേണ്ട, നമുക്ക് ചെറുതാക്കാം. പാരലായിട്ട് ഒരു ലൈന് കടത്തി വിടും. പാരലായിട്ട് കടത്തി വിടുന്നത് എന്ത് ചെയ്യും? എഫ് കൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നും. എഫ് കൂടെ കടന്നു ഇല്ല, ഇതേതാ ലെൻസ് മാറ്റാണല്ലേ? ലെൻസ് മാറ്റാവുമ്പോ എന്ത് ചെയ്യണം? എഫ് കൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നും. എഫ്ന്ന് പുറത്തോട്ടേക്ക് പോകുന്നതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെയല്ലേ ഉണ്ടാവുക? ഇത് ലെൻസ് മാറ്റാണല്ലേ? അപ്പൊ ഇങ്ങനെയാണ് വരിക. ഇനി എന്ത് ചെയ്യും? പി കൂടെ ഉള്ളത് പി കൂടെ തന്നെയാണ്. അതിലൊരു വ്യത്യാസമൊന്നുമില്ല. അതെല്ലാ ലെൻസിലും ഒരേപോലെ തന്നെയാണ്. അപ്പൊ പി കൂടെ പോയി. എവിടെ വെച്ച് കൂട്ടിമുട്ടി? നമുക്ക് അവിടെ വെച്ച് കൂട്ടിമുട്ടി. ഇവിടെയാണ് വെച്ച് കൂട്ടി മുട്ടിയത്. അപ്പൊ എവിടെ നിങ്ങൾ വെച്ച് കഴിഞ്ഞാലും എഫ് ആൻഡ് പിക്ക് ഇടയിൽ, ബിറ്റ്വീൻ എഫ് ആൻഡ് പി നിങ്ങൾക്ക് ഇമേജ് കിട്ടും. അതുപോലെ എന്താണ്? അത് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. അതുപോലെ സ്മോൾ ഇമേജ് ആണ്. കോൺവെക്സ് ലെൻസ് വരുന്ന സമയത്ത് എപ്പോഴും ഇമേജ് എഫിനും പിക്കും ഇടയിലാണ് കിട്ടുക. അതുപോലെ തന്നെ സ്മോൾ ആയിരിക്കും. എവിടെ വെച്ച് കഴിഞ്ഞാലും സ്മോൾ ആയിരിക്കും. അതുപോലെ തന്നെ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണ് കിട്ടുക. ഇതൊക്കെയാണല്ലോ. ഒന്ന് വരച്ചു നോക്കുക. എല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ്. ലെൻസ് മിററിനേക്കാളും എളുപ്പമുള്ളതാണ്. അപ്പൊ നമുക്ക് ഇമേജിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, താങ്ക് യു.